കഴിഞ്ഞ ക്ലാസ്സിൽ പ്രിപ്പൊസിഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ ഒരു ക്ലാസ് ഓൾറെഡി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ആ ക്ലാസ്സിൽ നോ പ്രിപ്പൊസിഷൻ വേർഡ്സും അറ്റ് എന്ന് പറയുന്ന പ്രിപ്പൊസിഷൻസിനെയും പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇന്ന്, ഓൺ എന്നീ പ്രിപ്പൊസിഷൻസുകളെ പറ്റിയിട്ടാണ്, അതിൻ്റെ യൂസസുകളെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നോക്കിയേ, ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് ഓൺ എന്ന് പറയുന്ന പ്രിപ്പൊസിഷൻ ഏതൊക്കെ സിറ്റുവേഷൻസിൽ നമുക്ക് ഉപയോഗിക്കാം എന്നാണ് പറയാൻ പോകുന്നത്. ബിഫോർ ഡേ ആൻഡ് ഡേറ്റ്, അതായത് ഒരു ഡേക്ക് മുന്നിലോ അല്ലെങ്കിൽ ഒരു ഡേറ്റിന് മുൻപിലോ നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഓൺ എന്ന് പറയുന്ന പ്രൊപ്പോസിഷൻ ഉപയോഗിക്കാം. നോക്കിക്കേ, ഓൺ സൺഡേ, അതായത് നമ്മളൊരു ആഴ്ച പറയുകയാണ്, ഒരു ഡേ പറയാണ്, ഇപ്പോൾ സൺഡേ ആണ്, മൺഡേ ആണ്, അങ്ങനെ നമ്മളൊരു ആഴ്ച അല്ലെങ്കിൽ ഒരു ഡേ പറയുകയാണ്, ഒരു ദിവസം പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓൺ സൺഡേ, ഓൺ മൺഡേ അങ്ങനെ ഉപയോഗിക്കാനായിട്ട് പറ്റും. ഷീ കെയിം ഫ്രം കൊച്ചി ഓൺ മൺഡേ എന്ന് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ ഒരു ഡേറ്റ് പറയുന്ന സമയത്ത് വി സെലിബ്രേറ്റ് ഇൻഡിപെൻഡൻസ് ഓൺ 15th ഓഗസ്റ്റ് 2025 എന്ന് പറയുകയാണ്. അപ്പോൾ അവിടെ 15th എന്ന് പറയുന്ന ഒരു ഡേറ്റ്, ആ ഒരു ഡേറ്റ് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം അതിന് തൊട്ട് മുൻപേ നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഓൺ ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഓൺ ഉപയോഗിക്കുന്നത് ഈ പറയുന്ന ഡേക്ക് മുന്നിലോ അല്ലെങ്കിൽ ഡേറ്റ് ഉപയോഗിക്കുമ്പോഴോ നമുക്ക് ഓൺ ഉപയോഗിക്കാം. ഇതേ സിറ്റുവേഷൻസ് അറ്റിൻ്റെ കേസ് പറയുകയാണെങ്കിൽ അറ്റ് എന്ന് പറയുന്നത് ടൈമിന് തൊട്ട് മുൻപേ ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട്, എക്സാക്ട് ടൈം പറയുമ്പോൾ നമുക്ക് എന്ത് ഉപയോഗിക്കാം? അറ്റ് ഉപയോഗിക്കാനായിട്ട് പറ്റും. അടുത്ത ഓണിൻ്റെ യൂസ് നോക്കിക്കേ, ടു ഇൻഡിക്കേറ്റ് അറ്റാച്ച് സംതിങ്, അതായത് നമ്മളുമായിട്ട് ക്ലോസ്ലി അറ്റാച്ച്ഡ് ആയിരിക്കുന്ന അല്ലെങ്കിൽ രണ്ട് വസ്തുക്കൾ ക്ലോസ്ലി അറ്റാച്ച്ഡ് ആണ്, അപ്പോൾ അറ്റാച്ച്ഡ് ആയി ചേർന്നിരിക്കുന്ന എന്തെങ്കിലും ഒരു വസ്തുവിനെ പറ്റിയിട്ട് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം? അതിനു മുൻപേ ഓൺ ഉപയോഗിക്കാം. നോക്കി, റിംഗ് അറ്റാച്ച്ഡ് ഓൺ ഫിംഗർ എന്ന് പറയുന്നത്, അതായത് വിരലുകളിൽ അത്രമാത്രം അറ്റാച്ച് ചെയ്ത് ചേർന്നിരിക്കുന്ന ഒരു സംഭവമാണ് ഈ പറയുന്ന റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ മോതിരം വിരലിൽ അറ്റാച്ച്ഡ് ആണ് എന്ന് കാണിക്കാൻ വേണ്ടി, അത്രമാത്രം അത് അറ്റാച്ച്ഡ് ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഓൺ ഉപയോഗിക്കാനായിട്ട് പറ്റും. നോക്കിയാൽ അടുത്ത യൂസ് ടു ഇൻഡിക്കേറ്റ് നിയർനെസ്, ഒരു അടുപ്പം സൂചിപ്പിക്കാൻ വേണ്ടി. അത് എവിടേക്കാണ്? ഇപ്പോൾ ഒരു റിവർ അല്ലെങ്കിൽ ഒരു ലേക്ക് അല്ലെങ്കിൽ ഒരു ബാങ്ക്സ്, അതായത് ഏതെങ്കിലും ഒന്നിൻ്റെ തീരത്താണ് എന്ന് നമ്മൾ സൂചിപ്പിക്കാൻ വേണ്ടി, ഇപ്പോൾ റിവറിൻ്റെ തീരത്താണ് അല്ലെങ്കിൽ ഒരു ലേക്കിൻ്റെ തടാകത്തിൻ്റെ തീരത്താണ് എന്നൊക്കെ തീരത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട്, നമുക്ക് അതിനോട് അടുത്താണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഓൺ ഉപയോഗിക്കാം. എ ടൗൺ ഓൺ ദി പെരിയാർ, അതായത് പെരിയാർ എന്ന് പറയുന്ന റിവറിന് അടുത്തുള്ള ഒരു ടൗൺ എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഓൺ ഉപയോഗിക്കാം. അടുത്ത നോക്കിക്കേ, ഇൻഡിക്കേറ്റ് എബോവ് ദി സർഫസ് എന്നുള്ളത്, അതായത് ഒരു സർഫസിന് മുകളിൽ ഇരിക്കുന്നു എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി നമുക്ക് ഓൺ ഉപയോഗിക്കാം. അതായത് ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെ, ഇപ്പോൾ മേശയുടെ മുകളിൽ ഒരു വസ്തു ഇരിക്കുന്നു, അതുപോലെ തന്നെ തറയുടെ മുകളിൽ ഒരു വസ്തു ഇരിക്കുന്നു, അങ്ങനെ എന്തിൻ്റെയെങ്കിലും മുകളിൽ ഒരു വസ്തു ഇരിക്കുന്നു എന്ന് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഓൺ ഉപയോഗിക്കാം. എക്സാമ്പിൾ നോക്കിയേ, എ കാർപ്പറ്റ് ഓൺ ദി ഫ്ലോർ, അതായത് തറയുടെ മുകളിൽ കാർപ്പറ്റ് ഉണ്ട് എന്നുള്ളത്. ബുക്സ് ആർ ഓൺ ദി ടേബിൾ, അതായത് ടേബിളിന് മുകളിൽ ബുക്സ് ഇരിക്കുന്നു എന്നുള്ളത്. വിപിൻ സാറ്റ് ഓൺ ചെയർ, അതായത് ചെയറിന് മുകളിൽ ആരിയ്ക്കുന്നു? വിപിൻ ഇരിക്കുന്നു. അതായത് ഒരെണ്ണത്തിന് മുകളിൽ ഒരു വസ്തു ഇരിക്കുന്നു, ഒരു സർഫസിന് മുകളിൽ ഒരു വസ്തു ഇരിക്കുന്നു എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഓൺ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നോക്കിക്കേ, ഇൻഡിക്കേറ്റ് ഡിവൈസസ് ആൻഡ് മെഷീൻസ്, അതായത് നമ്മളൊരു ഡിവൈസസിനെ പറ്റി പറയുമ്പോൾ അല്ലെങ്കിൽ മെഷീൻസിനെ പറ്റിയിട്ടൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഓൺ ഉപയോഗിക്കാനായിട്ട് പറ്റും. എക്സാമ്പിൾ നോക്കി, ഷീസ് ഓൺ ദി ഫോൺ റൈറ്റ് നൗ, അവൾ ഫോണിലാണ് എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ട് എന്ത് ഉപയോഗിക്കാം? ഓൺ ഉപയോഗിക്കും. അപ്പോൾ ഫോൺ എന്ന് പറയുന്നത് ഒരു ഡിവൈസാണ്. അപ്പോൾ ആ ഡിവൈസിന് മുൻപേ നമ്മൾ എന്ത് ഉപയോഗിക്കുകയാണ്? ഓൺ എന്ന് പറയുന്ന പ്രൊപ്പോസിഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്ത യൂസ് നോക്കി, പാർട്ട് ഓഫ് ദി ബോഡി പാർട്സിനെ പറ്റി പറയുന്ന സമയത്ത് നമുക്ക് അതിന് തൊട്ട് മുൻപേ ഓൺ ഉപയോഗിക്കാം. ഓൺ ദി ഹെഡ്, ഓൺ ഹെർ നെക്ക് എന്നൊക്കെ ഉള്ള രീതിയിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അതായത് ഇപ്പോൾ എന്തെങ്കിലും ബോഡി പാർട്സ്, ആ ബോഡി പാർട്സിനെ പറ്റി പറയുന്ന സമയത്ത് അതിന് തൊട്ട് മുൻപേ നമുക്ക് ഓൺ ഉപയോഗിക്കാനായിട്ട് പറ്റും. അതുപോലെ അടുത്ത യൂസ് എന്ന് പറയുന്നത്, ഇഫ് ദി പ്ലേസ് ഓഫ് വർക്ക് ഈസ് നോട്ട് എ ബിൽഡിംഗ്, അതായത് നമ്മൾ വർക്ക് ചെയ്യാണ്, പക്ഷെ ആ വർക്ക് ചെയ്യുന്നത് ഒരു ബിൽഡിങ്ങിനകത്തല്ല വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിൽ ഇരുന്നുകൊണ്ടല്ല നമ്മൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് അതിന് മുൻപേ ഓൺ ചേർക്കാം. എക്സാമ്പിൾ നോക്കിയേ, മൈ ഫാദർ ഈസ് എംപ്ലോയിഡ് ഓൺ എ ഫാം, അതായത് ഫാം എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ബിൽഡിംഗ് അല്ല, ഒരു വലിയ ബിൽഡിംഗ് പോലെയോ അല്ലെങ്കിൽ വലിയൊരു റൂം പോലെയൊക്കെ ഉള്ള ഒരു സിറ്റുവേഷൻ ഇരുന്നല്ല ഫാദർ ജോലി ചെയ്യുന്നത്, ഒരു ഫാമിലാണ്. അപ്പോൾ അങ്ങനെയുള്ള ബിൽഡിങ്സ് അല്ലാത്ത സ്ഥലങ്ങളിലാണ് വർക്ക് ചെയ്യുന്നത് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഓൺ ഉപയോഗിക്കാം. അതാണ് മൈ ഫാദർ ഈസ് എംപ്ലോയിഡ് ഓൺ എ ഫാം എന്ന് പറയുന്നത്. ഇത് ഔട്ട്സൈഡ് ദി ബിൽഡിങ്ങിന് പുറത്താണ് വർക്ക് ചെയ്യുന്നത്, അതുകൊണ്ട് നമുക്ക് ഓൺ ഉപയോഗിക്കാം. അടുത്ത യൂസ് നോക്കിയേ, ടു ഡിനോട്ട് മെമ്പർഷിപ്പ് ഓഫ് എ ബോഡി, അതായത്
ഏതെങ്കിലും ഒരു ബോഡി എന്ന് പറയുന്നത് ശരീരമല്ല, ഏതെങ്കിലും ഒരു കമ്മിറ്റിയോ അങ്ങനെ ഏതെങ്കിലും ഒരു കമ്മിറ്റിയിലൊക്കെ മെമ്പർഷിപ്പ് ഉണ്ടെന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ യൂണിറ്റിയിൽ അല്ലെങ്കിൽ ആ ഒരു കമ്മിറ്റിയിലൊക്കെ മെമ്പർഷിപ്പ് ഉണ്ട് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഓൺ ഉപയോഗിക്കാം. എക്സാമ്പിൾ നോക്കിയേ, ഷീ ഈസ് ഓൺ ദി സ്റ്റാഫ് ഓഫ് ദി ലോക്കൽ സ്കൂൾ, അതായത് ഒരു ലോക്കൽ സ്കൂളിലെ സ്റ്റാഫ് ആണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതായത് ഒരു ലോക്കൽ സ്കൂൾ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒരു കമ്പനി, അതിൽ മെമ്പർഷിപ്പ് ഉണ്ട്, സ്റ്റാഫ് എന്ന് പറയുന്ന ഒരു മെമ്പറാണ് ഞാൻ എന്ന് സൂചിപ്പിക്കുമ്പോൾ അവിടെ നമുക്ക് ഓൺ യൂസ് ചെയ്യാം. അതുപോലെ ടു ഡിനോട്ട് കണ്ടീഷൻസ് ഓർ സ്റ്റേറ്റ്, ഒരു അവസ്ഥയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഒരു കണ്ടീഷൻ, ഞാൻ ഇന്ന കണ്ടീഷനിലാണ് അല്ലെങ്കിൽ ഇന്ന വസ്തു ഇന്ന കണ്ടീഷനിലൂടെ കടന്നു പോവുകയാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഓൺ യൂസ് ചെയ്യാം. നോക്കി, ദ ബിൽഡിംഗ് ഈസ് ഓൺ ഫയർ, അതായത് ആ ബിൽഡിംഗ് കത്തുകയാണ്. അപ്പോൾ ആ ബിൽഡിങ്ങിന്റെ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ ആണ് അല്ലെങ്കിൽ കറണ്ട് കണ്ടീഷൻ ആണ് അവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. അത് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഓൺ ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ളതാണ് ഓൺ എന്ന് പറയുന്ന പ്രൊപ്പോസിഷന്റെ യൂസസുകൾ എന്ന് പറയുന്നത്. ഇനി അടുത്ത അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊപ്പോസിഷൻ ആണ് ഇൻ എന്ന് പറയുന്ന പ്രൊപ്പോസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ എന്ന് പറയുന്ന പ്രൊപ്പോസിഷൻ യൂസ് ചെയ്യുന്നത് മന്ത്, ഇയർ ആൻഡ് സീസൺ ഇതിൻ്റെയൊക്കെ മുൻപേ നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഇൻ ഉപയോഗിക്കാം. നേരത്തെ പറഞ്ഞു ഡേറ്റ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ ഓൺ ആണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ അത് മന്ത്, ഇയർ, സീസൺ ഒക്കെ ആകുമ്പോഴത്തേക്ക് അവിടെ ഇൻ എന്ന് പറയുന്ന പ്രൊപ്പോസിഷൻ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നോക്കിയേ, ഐ വാസ് ബോൺ ഇൻ സെപ്റ്റംബർ എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ഐ വാസ് ബോൺ ഓൺ സെപ്റ്റംബർ എന്നല്ല പറയുന്നത്, ഐ വാസ് ബോൺ ഇൻ സെപ്റ്റംബർ എന്നാണ് പറയുന്നത്. കാരണം ഒരു മന്ത് പറയാണ്. അതുപോലെ ഇന്ത്യ ബിക്കം എ റിപ്പബ്ലിക് ഇൻ 1915 എന്നാണ് പറയുന്നത്, 1950, അതായത് അത് ഒരു ഇയറിനെ സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ഇൻ 1950 എന്ന് പറഞ്ഞത്. അപ്പോൾ ഒരു ഇയർ ആയതുകൊണ്ടാണ് 1950 എന്ന് പറയുന്നത്. അല്ലാതെ ഇപ്പോൾ ഒരു ഡേറ്റ് പറഞ്ഞിട്ടാണ് പറയുന്നത് എങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റത്തില്ല? ഇൻ ഉപയോഗിക്കാനായിട്ട് പറ്റത്തില്ല. അതാണ് നമ്മൾ പറഞ്ഞത്, ഇന്ത്യ ബിക്കം എ റിപ്പബ്ലിക് ഇൻ 1950. അതേസമയം ഇന്ത്യ ബിക്കം എ റിപ്പബ്ലിക് ഓൺ 26th January 1950 എന്നാണ് ഓൺ ചേർത്താണെങ്കിൽ പറയേണ്ടത്. ഓക്കെ, അടുത്ത ഇന്നിന്റെ യൂസ് ആണ് എ പീരീഡ് ഓഫ് ടൈമിനെ സൂചിപ്പിക്കാൻ വേണ്ടി നമുക്ക് ഇൻ ഉപയോഗിക്കാം. അതായത് ഇൻ ദ മോർണിംഗ്, ഇൻ ദ ആഫ്റ്റർനൂൺ, ഇൻ ദ ഈവനിങ്, ഇൻ ദി സമ്മർ എന്നൊക്കെ ഉള്ള ഒരു പീരീഡ് ഓഫ് ടൈമിനെ സൂചിപ്പിക്കാൻ വേണ്ടി നമുക്ക് ഇൻ ഉപയോഗിക്കാം. സാധാരണ ഇത് മനസ്സിലാക്കാനുള്ള ഒരു എളുപ്പ വഴി എന്ന് പറയുന്നത്, ഈ മോർണിംഗ്, ആഫ്റ്റർനൂൺ, ഈവനിങ്, സമ്മർ പോലുള്ള വേർഡ്സുകളുടെ മുമ്പിൽ ദാ വരികയാണെങ്കിൽ, ദാ എന്ന് പറയുന്ന ആർട്ടിക്കിൾ വരികയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ഇൻ എന്ന് പറയുന്ന പ്രൊപ്പോസിഷൻ ആയിരിക്കും വരുന്നത് എന്നുള്ള ഒരു ലോജിക്ക് നമ്മൾ ഓർത്ത് വെച്ചിരുന്നാൽ മതി. അല്ലെങ്കിൽ ഈ പറയുന്ന ചില കണ്ടീഷൻസിൽ അറ്റ് വരാനുള്ള സാധ്യതകളുണ്ട്. ഇങ്ങനെ ഒരു പീരീഡ് ഓഫ് ടൈമിനെ പറയുമ്പോൾ അവിടെ അറ്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ദാ പോലുള്ള ആർട്ടിക്കിൾ വരികയാണെങ്കിൽ അറ്റ് വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഒരു പീരീഡ് ഓഫ് ടൈമിൽ പറയുമ്പോൾ ഇന്ന് കഴിഞ്ഞിട്ട് ഇന്നെന്ന് പറയുന്ന പ്രൊപ്പോസിഷൻ കഴിഞ്ഞിട്ട് ദാ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഉണ്ടെങ്കിൽ നമുക്ക് ഡെഫിനറ്റ് ആയിട്ടും അത് ഇന്നാണെന്ന് ഒന്ന് യൂഹിക്കാനായിട്ട് പറ്റും. അതാണ് ഇൻ ദ മോർണിംഗ്, ഇൻ ദ ആഫ്റ്റർനൂൺ, ഇൻ ദ ഈവനിങ്, ഇൻ ദ സമ്മർ എന്നൊക്കെ ഉപയോഗിക്കാനായിട്ട് പറ്റുന്നത്. അടുത്ത യൂസ് നോക്കിയേ, ഇഫ് നോ സ്പെസിഫിക് പ്ലേസ് ഈസ് നെയിംഡ്. അതായത് നമ്മളിപ്പോൾ ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു പ്ലേസ് പറയുന്നില്ല, ഇപ്പോൾ കൊച്ചിന്നോ തിരുവനന്തപുരമെന്നോ കൊല്ലംന്നോ അങ്ങനെ ഒരു സ്പെസിഫിക് പ്ലേസിന്റെ പേരൊന്നും മെൻഷൻ ചെയ്യുന്നില്ല, പേരൊന്നും നമ്മൾ പറയുന്നില്ല. മറിച്ച് ആ ടൗൺ, ഈ ടൗൺ, ഈ കൺട്രി, ഈ ടൗൺ എന്നൊക്കെ ഉള്ള രീതിയിൽ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നുള്ളൂ. കൺട്രിക്ക് പേരോ അല്ലെങ്കിൽ ടൗണിന് അല്ലെങ്കിൽ സിറ്റീസിന് പേരോ ഒന്നും നമ്മൾ മെൻഷൻ ചെയ്യുന്നില്ല. അങ്ങനെ മെൻഷൻ ചെയ്യുന്നില്ല എങ്കിൽ നമുക്ക് അവിടെ എന്ത് ഉപയോഗിക്കാൻ പറ്റും? ഇന്നാണ് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഷീ ലൈക്സ് ടു സ്റ്റേ ഇൻ ടൗൺ, ഇൻ ദി ടൗൺ, അതായത് ആ ടൗണിന് പേര് പറഞ്ഞിട്ടില്ല. ആ ടൗണിന് ഒരു പേര് പറയുകയാണെങ്കിൽ നമുക്ക് ഇൻ ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പൊ ടൗണിന് ഒരു പേര് പറയാത്തത് കൊണ്ട് നമുക്ക് അവിടെ എന്ത് ഉപയോഗിക്കാം? ഇൻ ഉപയോഗിക്കാം. ഇൻ ദ ടൗൺ എന്ന് പറയാം. ഐ യൂഷ്വലി സ്പെൻഡ് ദി സമ്മർ വെക്കേഷൻ ഇൻ ദി കൺട്രി. അപ്പൊ കൺട്രിയുടെയും പേര് പറഞ്ഞിട്ടില്ല, ഏത് കൺട്രി ആണ് എന്നൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഇൻ ദ കൺട്രി എന്ന് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇനി അതുമായിട്ട് റിലേറ്റ് ചെയ്ത്, ആ റൂളുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയാൻ പറ്റുന്ന ഒരു റൂളാണ്, നമ്മൾ ചില വലിയ കൺട്രി, അതുപോലെ തന്നെ കോണ്ടിനെന്റ്സ്, ലാർജ് ഏരിയയിലുള്ള ഡിസ്ട്രിക്റ്റ്, അതുപോലെ ലാർജ് വില്ലേജസ്, ലാർജ് ഡിവിഷൻസ്, ലാർജ് താലൂക്സ്, ഡിപ്പാർട്ട്മെന്റ്സ് പറയാണ്, അതുപോലെ ക്യാപിറ്റൽ സിറ്റീസ് പറയാണ്, അത്തരത്തിലുള്ള ലാർജ് ടൗണിനെ പറ്റിയിട്ടൊക്കെ പറയാണ്. അപ്പോൾ ലാർജ് ആയിട്ടുള്ള പ്ലേസസുകളെ പറ്റിയിട്ട് പറയാണ്. ഇപ്പോൾ ഒരു കൺട്രി എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം ആ പ്രദേശത്തിന്റെ വ്യാപ്തി എന്ന് പറയുന്നത് വളരെ വലുതാണ്. കോണ്ടിനെന്റ് ആകുമ്പോഴും അറിയാം വളരെ ലാർജസ്റ്റ് ആയിട്ടാണ് ആ ഒരു കോണ്ടിനെന്റ് ഒക്കെ കാണപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ലാർജസ്റ്റ് ആയിട്ടുള്ള പ്ലേസുകൾ വരുമ്പോൾ, അവയുടെ പേര് വരുമ്പോൾ അതിന് മുൻപേ നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഇൻ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റുകളുടെ പേര് വരുമ്പോഴും അതിന് തൊട്ട് മുൻപേ നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഇൻ ഉപയോഗിക്കാം. നോക്കിയേ, ദ ഡച്ച് ലീവ് ഇൻ ദി നെതർലാൻഡ്സ് എന്നുള്ളതാണ്. അപ്പൊ നെതർലാൻഡ്സ് എന്ന് പറയുന്നത്
കൺട്രിയാണ്. അപ്പോൾ ആ നെതർലൻഡ്സ് ഒരു വലിയ ഏരിയ ആണ്, വലിയ ഏരിയ വരുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പേര് പറയുമ്പോൾ നെതർലൻഡ് എന്ന് പറയുന്ന പേര് പറയുമ്പോൾ അതിന് തൊട്ട് മുൻപേ ഇൻ ദി നെതർലൻഡ് എന്ന് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഹി വർക്ക്സ് ഇൻ ദി ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയും. അപ്പോൾ ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പോൾ അങ്ങനെ ഡിപ്പാർട്ട്മെന്റിനെ പറ്റി സൂചിപ്പിക്കുമ്പോൾ അതിന് തൊട്ട് മുൻപേ നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഇൻ എന്ന് പറയുന്ന പ്രൊപ്പോസിഷൻസ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ അടുത്ത യൂസ് ആണ് ഇഫ് ഇറ്റ് ഈസ് എ ബിൽഡിംഗ്. അതായത് ഒരു ബിൽഡിങ്ങിനെ പറ്റി പറയുന്ന സമയത്ത് നമുക്ക് ഇൻ യൂസ് ചെയ്യാം. മൈ സിസ്റ്റർ വർക്ക് ഇൻ എ ബാങ്ക് എന്ന് പറയാം. ഇൻ ആൻ ഓഫീസ്, ഇൻ എ ഫാക്ടറി, ഇൻ എ ഹോട്ടൽ, ഇൻ എ ഹോസ്പിറ്റൽ. അതായത് വർക്ക് ചെയ്യുന്ന ഇന്ന സ്ഥലത്താണ് അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് ആണ്, ആ ബിൽഡിംഗ് ഇന്നതാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഈ പറയുന്ന ഇൻ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി അതുപോലെ പൊസിഷൻസിനെ പറ്റി പറയാൻ, പൊസിഷൻ എന്ന് പറയുമ്പോൾ സ്ഥാനത്തെ പറ്റിയിട്ട് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇൻ ഉപയോഗിക്കാം എന്ന് പറയും. അതായത് ഷീ ഈസ് എ ഡോക്ടർ ഇൻ എ പ്രൈവറ്റ് ഹോസ്പിറ്റൽ. അപ്പോൾ അവിടെ ഡോക്ടർ എന്ന് പറയുന്ന ആ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ആ ആളുടെ പൊസിഷനാണ് ഡോക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ അത് സ്പെസിഫൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ എന്ത് ഉപയോഗിക്കാം? ഇൻ ഉപയോഗിക്കാം. അതായത് ഷീ ഈസ് എ ഡോക്ടർ ഇൻ എ പ്രൈവറ്റ് ഹോസ്പിറ്റൽ. അതായത് ഡോക്ടർ എന്ന് പറയുന്ന ഒരു പൊസിഷനാണ്. ആ ഒരു പൊസിഷൻ പറഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഈ പറയുന്ന ഇൻ എന്ന് പറയുന്ന പ്രൊപ്പോസിഷൻ യൂസ് ചെയ്യാം. അത് എവിടെയാണ് ആ പൊസിഷൻ ഉള്ളത്? പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ ഡോക്ടറാണ് എന്നതാണ് പൊസിഷൻ. അടുത്ത നോക്കി, ഹീസ് എ മിനിസ്റ്റർ ഇൻ ദി യൂണിയൻ ക്യാബിനറ്റ്. അതായത് യൂണിയൻ ക്യാബിനറ്റിൽ മിനിസ്റ്റർ ആണെന്ന് പറയുന്നത് ആളുടെ പൊസിഷനാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഇൻ എന്ന് പറയുന്ന പ്രൊപ്പോസിഷൻ ഉപയോഗിക്കാം. ഇനി അടുത്ത നോക്കിയേ, ഡ്രസ്സസുകളെ പറ്റി പറയുമ്പോഴത്തേക്കും, അതായത് ഷി വാസ് ഓൾവേസ് ഡ്രസ്ഡ് ഇൻ വൈറ്റ്. വൈറ്റ് ഡ്രസ്സാണ് ഇടുന്നത് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ വൈറ്റ് എന്ന് പറയുന്ന ആ ഒരു ഡ്രസ്സിന്റെ ആ ഒരു ഇത് പറയാൻ വേണ്ടി, ഡ്രസ്സിന്റെ കളേഴ്സ് ഒക്കെ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ ഇൻ ബ്ലാക്ക് എന്ന് പറയാം, അതായത് ബ്ലാക്ക് കളറിലുള്ള ഡ്രസ്സാണ് ഇടുന്നത്. അതുപോലെ ഇൻ സിൽക്ക്, അതായത് സിൽക്ക് മെറ്റീരിയൽസ് ഉള്ള ഡ്രസ്സാണ് ഇടുന്നത്. അത്തരത്തിൽ ഡ്രസ് കോഡൊക്കെ പറയുന്ന സമയത്ത് അതിന്റെ കളർ, അതിന്റെ മെറ്റീരിയൽസ് ഒക്കെ പറയുന്ന സമയത്ത് നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഇൻ ഉപയോഗിക്കാനായിട്ട് പറ്റും. അടുത്ത ലാസ്റ്റ് ഇൻ്റെ യൂസ് ആണ് സറൗണ്ടിങ്സ് ഓർ കണ്ടീഷൻസുകളെ പറ്റി പറയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇൻ ഉപയോഗിക്കാം. ഹി വാസ് ഇൻ പ്രിസൺ ഫോർ എ ലോങ് ടൈം എന്ന് പറയുന്നത്, അതായത് ആ ഒരു അവൻ പ്രിസണിലാണ് എന്ന് പറയുന്നത് അത് അവൻ്റെ കണ്ടീഷൻ എന്നതിനേക്കാൾ ഉപരി അവൻ ജീവിച്ച് ലോങ് പീരീഡ് ആയിട്ട് ജീവിക്കുന്ന ഒരു സറൗണ്ടിങ്സ് ആണ്. അപ്പോൾ അങ്ങനെ ലോങ് പീരീഡ് ഓഫ് ടൈമിൽ ജീവിക്കുന്ന സറൗണ്ടിങ്സിനെ പറ്റി പറയാൻ വേണ്ടിയിട്ട്, അവൻ്റെ ചുറ്റുപാടിനെ പറ്റി പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇൻ ഉപയോഗിക്കാം. അപ്പം ഹി വാസ് ഇൻ പ്രിസൺ എന്ന് പറയും. അപ്പോൾ പ്രിസൺ എന്ന് പറയുന്നത് അവൻ്റെ സറൗണ്ടിങ്സ് ആണ്, അവൻ്റെ ഒരു കണ്ടീഷൻ ഉൾക്കൊള്ളുന്ന സറൗണ്ടിങ്സ് ആണ്. അപ്പോൾ അതിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഇന്ന് ഉപയോഗിക്കാം. അപ്പോൾ ഇതാണ് ഇന്ന് പറയാൻ പോകുന്ന രണ്ട് പ്രിപ്പോസിഷൻ, ഓണും ഇന്നും. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കിയുള്ള പ്രിപ്പോസിഷൻസ് ഡീൽ ചെയ്യാം.